ഇസ്രയേലിനെ ബഹിഷ്കരിക്കുന്ന അമേരിക്കൻ സ്റ്റേറ്റുകൾക്കെതിരെ മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിട്ടുണ്ട്. ഇസ്രയേൽ ഉൽപ്പന്നങ്ങൾക്കും കമ്പനികൾക്കും നിരോധനം ഏർപ്പെടുത്തിയാൽ ദുരന്ത മുന്നൊരുക്ക ഫണ്ട് തടയും എന്നാണ് മുന്നറിയിപ്പ്. അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്യുന്ന ചെലവുകളിലേക്കായി ഇത്തരം ഫണ്ടിലെ ഒരു ഭാഗം പ്രയോജനപ്പെടുത്തണം എന്ന് ട്രംപ് ഭരണകൂടം കഴിഞ്ഞ മാസം നിർദ്ദേശം നൽകിയിരുന്നു. ഐസൻ, ഈ വാർത്തയിലെ വിശദാംശങ്ങൾ. തീർച്ചയായും നിഖിൽ, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഇത്തരത്തിൽ 1.9 ബില്യൺ ഡോളറിന്റെ ദുരന്ത മുന്നൊരുക്ക ഫണ്ട് സംബന്ധിച്ചാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഈ ഫണ്ട് പ്രയോജനപ്പെടുത്തുന്നത് ഏതെങ്കിലും പ്രകൃതി ദുരന്തങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഉപകരണങ്ങളും മറ്റ് ആയുധ സജ്ജീകരണങ്ങളും എല്ലാം തന്നെ ഒരുക്കുന്നതിനും അതിനുവേണ്ടിയുള്ള പ്രിപ്പയർനെസ് തയ്യാറാകുന്നതിനും വേണ്ടിയുള്ള ഫണ്ടായാണ് ഇത് പ്രയോജനപ്പെടുത്തുന്നത്. അത്തരത്തിലുള്ള ഫണ്ട് കൃത്യമായും ഓരോ സ്റ്റേറ്റുകൾക്കും അവരുടേതായ ആവശ്യങ്ങൾക്കനുസരിച്ച് നൽകുന്ന ഒരു സംവിധാനമാണ്. ഒരു കൃത്യമായൊരു ഫണ്ട് അതിന് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതി അമേരിക്കയിലുണ്ട്. ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളും ഉള്ളതുപോലെ അമേരിക്കയിൽ അതിശക്തമായത് പ്രയോജനപ്പെടുത്തുന്നുമുണ്ട്. ഇത്തരത്തിലുള്ള ഫണ്ട് ലഭ്യമാക്കുന്നത് തടയാതിരിക്കണമെങ്കിൽ ഇസ്രയേൽ ഉൽപ്പന്നങ്ങൾക്കും അതുപോലെ തന്നെ ഇസ്രയേലിന്റെ കമ്പനികൾക്കും ഉപരോധം ഏർപ്പെടുത്തുന്ന നടപടി ഒഴിവാക്കണമെന്ന നിലപാടാണ് അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, വ്യവസായങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ കമ്പനികളുടെ പ്രവർത്തനങ്ങൾക്ക് ഉൾപ്പെടെ പല നഗരങ്ങളിലെയും മേയർമാർക്ക് തീരുമാനമെടുക്കാവുന്ന സാഹചര്യവും അത്തരത്തിലുള്ള നിയമ സംവിധാനങ്ങളെല്ലാം തന്നെ അമേരിക്കയിലുണ്ട്. അത്തരം നിയമ സംവിധാനങ്ങളുടെ പിൻബലത്തിൽ ഈ സ്റ്റേറ്റുകളും അതുപോലെ തന്നെ ചില നഗരങ്ങളും ഇസ്രയേൽ ഉൽപ്പന്നങ്ങൾക്കും ഇസ്രയേലിലെ കമ്പനികൾക്കും ഉപരോധം ഏർപ്പെടുത്തുന്ന നീക്കങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കടുത്ത നടപടിയിലേക്ക് ഇപ്പോൾ ട്രംപ് നീങ്ങുകയും ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ഉപരോധം അമേരിക്കയുടെ രാജ്യത്തിനുള്ളിൽ സ്റ്റേറ്റുകൾ നടത്തുകയാണെങ്കിൽ അവർക്ക് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നുള്ള വിഹിതം വെട്ടിക്കുറയ്ക്കുമെന്ന കൃത്യമായ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. മറ്റൊരു സുപ്രധാന നിർദ്ദേശം കൂടി നൽകിയിരിക്കുന്നത് ഈ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫണ്ടിൽ നിന്നും അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള അറസ്റ്റുകൾ നടത്തുന്നതിനുള്ള ചെലവുകൾ കൂടി വഹിക്കണമെന്നൊരു നിർദ്ദേശവും നൽകിയിരുന്നു. ഈ രണ്ട് കർശന നിർദ്ദേശങ്ങളും നൽകിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിഖിൽ.